ഹലോ നമസ്കാരം, എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡിസംബർ മാസത്തിൽ നമ്മൾ എന്തെല്ലാം നട്ടുപിടിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ളതായൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി, ചില കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഡിസംബർ മാസത്തിൽ നട്ടുപിടിപ്പിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓരോ മാസത്തിലും നമ്മൾ ഓരോന്ന് നട്ടുപിടിപ്പിക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് പറിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ജനുവരി മുതൽ നമ്മൾ ഡിസംബർ വരെയുള്ള കാര്യങ്ങളാണ് ഓരോ മാസത്തിലും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2021 ജനുവരി തുടങ്ങി നമ്മൾ ഡിസംബറിൽ എത്തി നിൽക്കുകയാണ്. എത്ര പെട്ടെന്നാണ് നമ്മുടെ ഒരു വർഷം അങ്ങ് പോയത് അല്ലേ. ഇനിയിപ്പം ഏതാനും ദിവസങ്ങളൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഡിസംബർ അങ്ങോട്ട് തുടങ്ങി അവസാനിക്കാനായിട്ട്. അപ്പം നമ്മൾ വേണ്ടതായ കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം നമ്മുടെ പറമ്പിൽ തന്നെ നട്ടുപിടിപ്പിക്കുക. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് ഇഷ്ടംപോലെ സമയവും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഓരോ നട്ടുപിടിപ്പിക്കാനായിട്ട്. ഇങ്ങനെ ഓരോരോ ഓരോരോ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തോടും നമ്മുടെ നാടിനോടും ഒക്കെ ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ നമ്മൾ തന്നെ നമുക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം കൊറോണ കഴിഞ്ഞു, ഇനിയിപ്പോൾ അടുത്ത ഓരോന്നൊക്കെ വരുന്നുണ്ട്, എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അതുപോലെ തന്നെ മഴക്കാലങ്ങളും വെള്ളപ്പൊക്കങ്ങളും കാറ്റും കൊടുങ്കാറ്റും എന്ന് വേണ്ട പല പ്രശ്നങ്ങളാണ് നമ്മുടെ രാജ്യത്തോടും നമ്മുടെ നാടിനോടും ഒക്കെ അടുത്ത് വരുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മളെയും കൊണ്ടാവുന്ന രീതിയിലുള്ള കൃഷികളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം മഴയാണെന്നുണ്ടെങ്കിലും വെയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ അത്യാവശ്യം പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കുക. ഇപ്പം എപ്പോഴും നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ചീര, പയർ എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഇനിയിപ്പം മഴയൊക്കെ കഴിഞ്ഞ് ഒന്ന് വരുന്ന സമയമാണ്. ഇനിയിപ്പോൾ അധികം മഴയൊന്നും കാണത്തില്ല എന്ന് വിശ്വസിക്കാം. പക്ഷേ പണ്ടത്തെ കാലത്തെ കൂട്ട് നമുക്ക് തറപ്പിച്ചൊന്നും പറയാൻ പറ്റത്തില്ല ഏത് മാസം എന്തോ എന്നുള്ളത്. പണ്ടൊക്കെ പറയാൻ പറ്റുമായിരുന്നു ഇന്ന മാസമാണ് മഴയെന്നുള്ളത്. ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല. ഈ വർഷം മുഴുക്കെ നമുക്ക് മഴയായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും കൃഷികളൊക്കെ നശിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെ നമ്മൾ ചീര, പയർ ഇതൊക്കെ നമ്മളിപ്പോൾ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ നല്ല രീതിയിലായിരുന്നു പയറൊക്കെ കൃഷി ചെയ്തതല്ലേ. അപ്പോൾ നമ്മുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ പന്തലൊക്കെ കെട്ടിയിട്ട് അതിനകത്ത് ഇങ്ങനെ പയറൊക്കെ പിടിച്ചു കിടക്കുന്നത് കാണാനും ഒക്കെ നല്ല ഭംഗിയാണ്. നമ്മൾ അതിൻ്റെ ചുവട്ടിലൊക്കെ പോയി പയർ പിച്ചുക, അതുകൊണ്ടൊന്ന് കറി വയ്ക്കുക. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. മെയിനായിട്ട് നമ്മൾ ഒക്ടോബർ മുതൽ ഇങ്ങോട്ട് നടുന്നതെന്ന് വെച്ചാൽ ശീതകാല പച്ചക്കറികളാണ് മെയിനായിട്ട് നടുന്നത്. എന്ന് വെച്ചാൽ കോളിഫ്ലവർ, ക്യാബേജ്, ബീട്രൂട്ട്, മുള്ളങ്കി, ക്യാരറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ. തക്കാളിയൊക്കെയാണ് നമ്മൾ ഈ ശീതകാല സമയത്ത് നടുന്നത്. അപ്പം നമുക്ക് അതിൽ നിന്ന് നല്ല വിളവുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം തക്കാളിയൊക്കെ നട്ടവർക്ക് ഇഷ്ടം പോലെ തക്കാളിയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം അറിയാമല്ലോ തക്കാളിയുടെയൊക്കെ വിലയൊക്കെ, പച്ചക്കറികളുടെ വിലയൊക്കെ എന്തുമാത്രം കൂടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിലും ഒക്കെ കേരളത്തിലെ മഴ കഴിഞ്ഞിട്ട് കർണാടകത്തിലോട്ടും തമിഴ്നാട്ടിലോട്ടും ആന്ധ്രയിലോട്ടും ഒക്കെ മഴ പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ പച്ചക്കറികളെല്ലാം വരുന്നത്. അപ്പം നമ്മൾ നട്ടുപിടിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ആകെ കൊഴിഞ്ഞു പോകും. അവിടെ നിന്നൊക്കെ ഇറക്കുമതി ഇങ്ങോട്ട് ചെയ്യുന്നുണ്ടല്ലോ ഈ സാധനങ്ങളൊക്കെ. അപ്പം ഇതിൻ്റെ എല്ലാം വില കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നട്ടുപിടിപ്പിക്കാണ്ട് ശ്രമിക്കുക. ക്യാബേജ്, കോളിഫ്ലവർ നടാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും നടുക. അതുപോലെ തന്നെ തക്കാളി നടാത്തവരുണ്ടെങ്കിൽ നടുക. ഇനി നട്ടാലും ഒരു കുഴപ്പമില്ല, നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെയൊക്കെ കൃഷി വീഡിയോസും നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതിനനുസരിച്ച് നടുകയും അതിനനുസരിച്ച് വളപ്രയോഗവും ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഈ തക്കാളിയൊക്കെ നട്ടിട്ടുണ്ടല്ലോ, തക്കാളിയൊക്കെ നട്ടിട്ട് നമ്മൾ അതിൻ്റെ ചുവട്ടിൽ ഒരു കമ്പൊക്കെ കുത്തി കൊടുക്കണം. എന്നിട്ട് നമ്മൾ അത് മുകളിലോട്ടൊക്കെ ഒന്ന് ഒരു കയറൊക്കെ വലിച്ചു കെട്ടി അതിനകത്തോട്ടൊന്ന് ഒന്ന് കെട്ടി നിർത്താമെന്നുണ്ടെങ്കിൽ കാറ്റത്തും മഴയത്തും ഒന്നും വീണു പോകാതെ നല്ല രീതിയിൽ നമുക്ക് തക്കാളിയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ കോളിഫ്ലവറിൻ്റെയൊക്കെ വിളവെടുത്തതിന് ശേഷം അതിൻ്റെ കൊമ്പുകൾ നമ്മൾ വലിച്ചൂരി കളയാതെ അവിടെ തന്നെ നിർത്തിയേക്കുക. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് നിന്ന് നമുക്ക് കൊച്ചു തളിർപ്പുകൾ വരും. ആ തളിർപ്പുകൾ നമ്മൾ ഒടിച്ചു നമ്മൾ നട്ടാൽ വീണ്ടും നമുക്ക് ഒരു വർഷം വരെ നമുക്കങ്ങനെ ഈ തളിർപ്പുകൾ നട്ടാൽ, അതിൻ്റെ തൈകൾ നട്ടാൽ ചുവട്ടിൽ നിന്ന് ആ തണ്ടിനകത്താണ് ഈ തൈകൾ വരുന്നത്. അപ്പോൾ അത് ഒടിച്ച് നട്ടാൽ നമുക്ക് വർഷം മുഴുവനും നമുക്ക് കോളിഫ്ലവറിൻ്റെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ക്യാബേജിൻ്റെ ആണെങ്കിലും നമ്മൾ അതിൽ തന്നെ നിർത്തിയിരുന്നാൽ അതിൽ തന്നെ നമുക്ക് കുഞ്ഞു ക്യാബേജുകൾ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിപ്പം ഒടിച്ച് നട്ടാൽ കിളിക്കുമെന്ന് എനിക്കറിയത്തില്ല, ഞാനത് ട്രൈ ചെയ്തിട്ടില്ല.
അതിൽ തന്നെ നിന്നാലും നമുക്ക് കുഞ്ഞു കുഞ്ഞു ക്യാബേജുകൾ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. ആദ്യം കിട്ടുന്ന അത്ര വലിപ്പമൊന്നും കാണത്തില്ല. ഒരു 3-4 ഒക്കെ പറിക്കുമ്പോൾ നമുക്കൊരു തോരനുള്ളത് നമുക്കതിൽ നിന്ന് കിട്ടി. നമ്മൾ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും വലുത് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ള അല്ല ലക്ഷ്യം. ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് സന്തോഷം കണ്ടെത്തുക. നമുക്ക് അധികം വിഷമൊന്നും തളിക്കാത്ത നമുക്ക് നമ്മുടെ പറമ്പിൽ നമുക്ക് അത്രയും കിട്ടുക, അത് മതി നമുക്ക്. അതിൽ നിന്ന് നമുക്ക് അത്രയും കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കതൊരു വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെയൊക്കെ ഓരോന്നും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കും. ഡിസംബർ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ പടർന്ന് കയറുന്ന സംഗതികളൊക്കെ വെള്ളരിയൊക്കെ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് വേനൽക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൽ നിന്ന് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കും. വെള്ളരി, മത്തന്, കുമ്പളം, തണ്ണിമത്തന് ഇതൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ മാസമാണ് ഡിസംബർ മാസം എന്ന് പറയുന്നത്. ഡിസംബർ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് നടാനായിട്ട് ശ്രമിക്കുക. നല്ല വളമൊക്കെ ഇട്ടിട്ട് കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് മണ്ണൊക്കെ ഇട്ട് വെച്ചിരുന്നിട്ട് ഡിസംബർ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ നട്ടാൽ നല്ല രീതിയിൽ നമുക്ക് അതിൽ നിന്ന് വിളവൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും നടുന്ന കാര്യം തന്നെ പറയുന്നുണ്ട്. എങ്കിൽ തന്നെ നമുക്ക് സീസൺ അനുസരിച്ച് ഓരോ നടുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് അത്യാവശ്യം വിളവുകൾ നമുക്ക് കിട്ടുന്നത്. അതല്ല എപ്പോഴും നമ്മൾ ഓരോന്നും നട്ടാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് ഒരുപാട് നമുക്ക് കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം വിളവുകളൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പം പച്ചമുളക് കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണ് ഈ ഡിസംബർ മാസം എന്നൊക്കെ പറയുന്നത്. ഇപ്പം നട്ടവർക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിളവ് കിട്ടും. ഇപ്പം കുരുടിപ്പും ഒക്കെ വരുന്നവർക്ക് അതിനുള്ളതായ വിദ്യയൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഒരു വീട്ടിൽ ഒരു ദിവസം ഒരു 5 പച്ചമുളകെങ്കിലും അത്യാവശ്യമാണ് അല്ലേ. അപ്പം തീർച്ചയായിട്ടും അത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നട്ടുപിടിപ്പിച്ചാലോ. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കറിക്ക് അരിഞ്ഞു വെച്ചിട്ട് നമ്മൾ ഓടിച്ചെന്ന് ഒരു പച്ചമുളകൊക്കെ പിച്ചിട്ട് നമ്മുടെ കറിക്ക് ഇടുക എന്ന് വെച്ചാൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും പച്ചമുളക് ഒക്കെ നടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിനൊക്കെയുള്ള വിത്തുകൾ ഗ്രോ ബാഗുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടതായ വിത്തുകളും ഗ്രോ ബാഗുകളും ഒക്കെ നിങ്ങൾ ഓർഡർ ചെയ്തതിനനുസരിച്ച് 10 ദിവസത്തിനുള്ളിൽ 10 ദിവസമൊന്നും എടുക്കത്തില്ല കേട്ടോ, ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ വീട്ടുപടിക്ക് തന്നെ എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ സമയത്ത് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് പാവൽ എന്ന് പറയുന്നത്. ഇതും നമുക്ക് നല്ല രീതിയിൽ ഈ മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന സമയമായതുകൊണ്ട് വേനലും ഒക്കെ അടുത്ത് വരുന്ന സമയമായതുകൊണ്ട് വലിയ കീടശല്യവും പുഴുക്കളുടെ ശല്യവും ഒന്നും ഇല്ലാതെ നമുക്ക് പാവൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം പാവലിൻ്റെയൊക്കെ കൃഷി വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ കൃഷിയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വളങ്ങളൊക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ കരുതിയിരിക്കണം. അപ്പം വേപ്പും പിണ്ണാക്കാന്നുണ്ടെങ്കിലും സ്വല്പം കടലപ്പിണ്ണാക്കാന്നുണ്ടെങ്കിൽ ചാണകപ്പൊടി, സ്വല്പം സൂപ്പർ മേല്, എല്ലുപൊടി, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വളങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ കരുതിയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ കമ്പോസ്റ്റ് അല്ലെ, കിച്ചണിലെ വേസ്റ്റ് വെച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല അടിപൊളി വളമാണ്. അപ്പം മറ്റുള്ള വളങ്ങളൊക്കെ വാങ്ങിക്കാൻ പുറത്തു പോകാൻ പറ്റാത്തവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കി വെക്കുന്നതായ രീതി ഞാൻ കാണിച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ അത് കമ്പോസ്റ്റാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് അങ്ങനെ ചെയ്താൽ നമ്മുടെ കൃഷിക്കാണെന്നുണ്ടെങ്കിലും ചെടികൾക്കാണെന്നുണ്ടെങ്കിലും വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്നതായ കഞ്ഞിവെള്ളം, പഴത്തിൻ്റെ തൊലി, മുട്ടത്തോട്, ഇതെല്ലാം തന്നെ നമുക്ക് തേയിലയുടെ കൊന്ത്, ഇതെല്ലാം നമുക്ക് കൃഷിക്ക് വളരെയധികം പ്രയോജനപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമ്മൾ വഴുനീങ്ങളെ കൊണ്ടൊന്നും വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗമാക്കി തീർക്കാനായിട്ട് സാധിക്കും. അതുപോലെ പടവലം കൃഷി ചെയ്യാൻ ഇപ്പം ഈ സമയത്തൊക്കെ നട്ടാൽ നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ എന്ന് വെച്ചാൽ ഈ കീടങ്ങളുടെ ഒന്നും ശല്യം അധികമില്ലാതെ, ഈ മഴക്കാലത്ത് നടുമ്പോഴാണ് അധികം ശല്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം അധികം കീടശല്യമൊന്നും ഇല്ലാതെ നമുക്ക് പടവലം കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം എല്ലാവരും അത്യാവശ്യം ഒരു 2-3 ഗ്രോ ബാഗിനകത്തെങ്കിലും അല്ലെങ്കിൽ ചാക്കിനകത്തെങ്കിലും എങ്ങനെ വേണമെങ്കിലും നടാൻ കേട്ടോ. നമ്മുടെ അരിസഞ്ചിയാണെന്നുണ്ടെങ്കിലും സിംഡിയാക്കാന്നുണ്ടെങ്കിലും നമ്മുടെ ഏതെങ്കിലും പൊട്ടി കിടക്കുന്ന ബക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നടാവുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ചെയ്യാനൊരു മനസ്സും കുറച്ച് ക്ഷമയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം പിന്നെയും എനിക്ക് പറയാനുള്ളത്, എല്ലാവരും കൃഷി ചെയ്യുക. ആരും കൃഷി ചെയ്ത് മടുത്തു പോകാതിരിക്കുക. എല്ലാവരും മുന്നോട്ട് വരിക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം കഴിഞ്ഞൊരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും. ചേമ്പ് നമ്മൾ കിളച്ചിട്ട് ചിപ്സ് ഉണ്ടാക്കിയത്. നല്ല അടിപൊളി ചിപ്സാണ്. നമ്മുടെ ചേമ്പിൻ്റെ വിളവെടുപ്പ് എന്ന് വെച്ചാൽ അതിഗംഭീരമായിരുന്നു കേട്ടോ. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ചേമ്പൊക്കെ കിളച്ചിട്ട്, നട്ടവരുണ്ടെങ്കിൽ ചേമ്പ് കിളച്ചിട്ട് ചിപ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ അതിന് മുമ്പ് നമ്മൾ കപ്പ വിളവെടുക്കുന്ന ഒരു വീഡിയോ, കപ്പയും ചേനയും
ചേമ്പും ഒക്കെ കളച്ചിട്ട് നമ്മൾ പുഴുക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് 16 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ അത് കണ്ടു കഴിഞ്ഞു. എല്ലാവർക്കും വളരെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു. പെട്ടെന്ന് തന്നെ അത് 16 ലക്ഷം ആൾക്കാരത് കണ്ടു കഴിഞ്ഞു. അപ്പം നിങ്ങളത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതൊക്കെ എന്നിട്ട് അതേപോലെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പറമ്പിലുള്ള സ്ഥലത്ത് കപ്പയൊക്കെ നടന്നുണ്ടെങ്കിൽ ചാക്കിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നടാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇപ്പം എന്നാണ് ചേമ്പിൻ്റെയൊക്കെ വിളവെടുപ്പ് എന്ന് ചോദിച്ചാൽ ഇപ്പം വൃശ്ചികം അവസാനം അതുപോലെ ധനുമാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ കാറ്റ് ഒക്കെ അടിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഇലയൊക്കെ പട്ടുപോകുന്ന ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെയൊക്കെ വിളവ് എടുക്കാവുന്നതാണ്. അപ്പം ചേനയൊക്കെ വിളവ് എടുക്കേണ്ട സമയമായിരിക്കുകയാണ്. ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് മണ്ണൊക്കെ കുഴഞ്ഞ് കിടക്കുന്നുണ്ട്. ഒരു നല്ലതുപോലെ ഒരാഴ്ച വെയിലൊക്കെ കിട്ടിയിട്ട് നമുക്ക് ചേനയൊക്കെ വിളവ് എടുക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ട ഇഞ്ചിയൊക്കെ കണ്ട ഒറ്റ മൂട് ഞാൻ വിളവെടുത്തതാണ്. ഒരു മൂട് എടുത്തതാണ്. ഒരു ചെറിയ മൂട് നോക്കി എടുത്തതാണ്. ഇഞ്ചിക്കറി വെക്കാമെന്ന് എഴുതിട്ട് ഇഷ്ടം പോലെ ഇഞ്ചിയാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിതാണ്. ഞാൻ ഇത്രയും ഇഞ്ചി മാത്രം നട്ടത്. എൻ്റെ പഴനാടും കൂടെ നമുക്ക് തിരിച്ചു കിട്ടി. അപ്പോൾ അത്രയും ഇഞ്ചി നമുക്ക് ഒരു മൂട്ടിൽ നിന്ന് കിട്ടുക എന്ന് വെച്ചാൽ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഗ്രോ ബാഗിനകത്തോ ചാക്കിനകത്തോ ഒക്കെ ഇങ്ങനെ ഇഞ്ചിയൊക്കെ നടാനായിട്ട് ശ്രമിക്കുക. ഇഞ്ചിയൊക്കെ നടുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് വളമിട്ട് ചിക്കി അടിപ്പിക്കുന്ന രീതിയൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് കൃഷി ചെയ്യണം. എല്ലാവരും മുന്നോട്ട് വരണം. ഇതേപോലെ നല്ല വിളവൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? നല്ല രീതിയിൽ നമ്മൾ സമയം നോക്കി നമ്മൾ കൃഷി ചെയ്തെങ്കിൽ മാത്രമേ ഇതേപോലെ നമുക്ക് നല്ല അടിപൊളി വിളവൊക്കെ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡിസംബർ മാസത്തിലെ കൃഷി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കൃഷി ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, നിങ്ങളിതേപോലെ കൃഷിയൊക്കെ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തോ മോന് വിറയ്ക്കുന്നേ? കുളിപ്പിച്ചോ ചേച്ചി? കുഞ്ഞങ്ങ് വിറയ്ക്കുന്നടി. ഞാൻ തുടച്ചൊക്കെ കൊടുത്തതാ. എന്നാലും പാവം. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവനെ നമ്മുടെ പുതിയ കൂട്ടിനകത്തോട്ട് കയറ്റിയിരിക്കുകയാണ്. രാവിലെ മെറിൻ കുളിപ്പിച്ചു കൊണ്ട് കിടത്തിയിരിക്കും. അവിടെ കിടന്നോ? പിന്നെ കൊണ്ടുവരാം കേട്ടോ. നമ്മുടെ ബ്രൂണോയെ പോലെ ആവാതിരിക്കാൻ വേണ്ടിട്ട് അവന് വെള്ളം കാണുന്ന ഇഷ്ടമല്ല. കുളിയെന്ന് പറയുമ്പോഴേ അവൻ തുടങ്ങത്തില്ല. അതുകൊണ്ട് ആ ശീലമൊക്കെ ഇവന് ഉണ്ടാവരുതല്ലേ. നല്ല ശീലങ്ങളൊക്കെ പഠിപ്പിച്ചെടുക്കാം. പിന്നെ ഒന്നാമത്തെ വലിയ ഇഷ്ടമൊന്നും അല്ല കേട്ടോ കുളിക്കുന്നത്. കരച്ചിൽ തുടങ്ങിയോ? ഇത് വിറയ്ക്കുന്നു. പാവം. കിടന്നോ. ഒന്നാമത്തെ കാര്യം നമ്മൾ മുറ്റം തൂക്കാൻ സമ്മതിക്കില്ല. ചൂലിനകത്ത് അങ്ങ് കടിച്ചു പിടിച്ച് നമ്മളെ അങ്ങ് ദേഷ്യപ്പെടുത്തും. ചൂലങ്ങോട്ട് മാറി പിന്നെ കാലിലോട്ട് കടിയോടങ്ങ്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കിടക്കട്ടെ നേരത്തെ കൂട്ടില്. ഇവിടെ കിടന്നോ കേട്ടോ. ഞങ്ങൾ ദാ വരുന്ന അടച്ചേക്കാം. അതൊക്കെ അടയ്ക്കട്ടെ. അവിടെ കിടന്നോ. ഉണങ്ങിയിട്ട് അമ്മ വരാം കേട്ടോ. അയ്യോ ഇങ്ങനെ കിടങ്ങല്ലേ. എന്റെ ബ്രൂണോ എന്തിയേ? ബ്രൂണോ അവിടെ പോയി? ബ്രൂണോയും കുളിപ്പിക്കാം കേട്ടോ. അത്ര കൊള്ളത്തില്ലല്ലേ. അവനെയും കുളിപ്പിക്കാമേ. അപ്പം ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിത്തുകളോ ഗ്രോ ബാഗുകളോ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ theminislifestyle.com ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ നല്ല ഇനം വിത്തുകളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.